ഞാനിന്ന് വന്നിരിക്കുന്നത് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി സാദം, തക്കാളി ചോറ് എന്നൊക്കെ പറയും. ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലേക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ച് ഒന്ന് മൂപ്പിക്കണം. പിന്നെ കുറച്ച് വേപ്പില ഇട്ടു. പിന്നീട് കുറച്ച് കടുക് പൊട്ടുമ്പോൾ കുറച്ച് ജീരകം, പച്ചമുളക്, ഉഴുന്നും പരിപ്പ്, പൊട്ടുകടല, ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടി എല്ലാം ചേർക്കണം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ മതി. അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി അത് ചേർക്കണം. അപ്പോൾ ഉഴുന്നുപരിപ്പ്, പൊട്ടുകടല ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചേർക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർക്കാം. ഗരം മസാലയുടെ പൊടി കുറച്ച് വേണം, കുറച്ച് കായം വേണം, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മൂത്ത മണം വരുമ്പോൾ അതിൽ സബോള അരിഞ്ഞതിടാം. ഇപ്പോൾ ഒക്കെ പൊടികളൊക്കെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത മണം വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സബോള ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഈ റൈസ് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക്, അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉച്ചഭക്ഷണത്തിനായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റൈസാണ്. അപ്പോൾ ആ സബോള ഒന്ന് വഴന്ന് വന്നിട്ട് അപ്പം ഇനി അതിൽ തക്കാളി ചേർക്കാം. ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അതിൽ ചേർക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് രാവിലെയൊക്കെ സ്കൂളിലേക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പോൾ തക്കാളി ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാടാൻ വയ്ക്കും. മസാലപ്പൊടി ചേർക്കണം. അപ്പം അങ്ങനെ ഇപ്പോൾ തക്കാളി ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വയ്ക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ബെല്ലൈക്കൺ കൂടി ചെയ്യണം. കമൻറ്റും ലൈക്കും ബെല്ലൈക്കണും ചെയ്യണം. അപ്പോൾ ഇത് തക്കാളി ഇട്ട് വെന്തു. ഇനി അതിൽ ചോറ്, ഒരു 2 കപ്പ് ചോറ്, 2 ആൾക്ക് കഴിക്കാൻ പറ്റിയ അളവിലുള്ള ചോറാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് ഇളക്കി പിന്നീട് നന്നായി വെള്ളമൊക്കെ വലിഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കാം. ചൂടോടെ വിളമ്പാം. ഇതിലേക്ക് പിന്നെ വേറെ കറികളൊന്നും വേണമെന്നില്ല. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാവുന്നതാണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വേറൊരു റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാം.